അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് പരമേശ്വരി പാദങ്ങളിൽ സാദരം സമർപ്പിക്കുന്നു. സത്യയുക്താ ഭവന്ത്യത്ര വീതരാഗാ ഗതസ്പൃഹ ദൃഷ്ടാന്തദർശനാർത്ഥായ നിർമ്മിതാസ്തേ ച താദൃശാ. അന്യൽ സർവം ശബളിതം ഗുണൈരേഭിസ്ത്രിഭിർനൃപാ. നൈകം വാക്യം പുരാണേഷു വേദേഷു നൃപസത്തമാ. ധർമ്മശാസ്ത്രേഷു ചാംഗേഷു സഗുണൈരചിതേഷ്വിഹ. സഗുണഃ സഗുണം കുര്യാൻ നിർഗുണം ന കരോതി വൈ. ഗുണാസ്തേ മിശ്രിതാ സർവേ ന പൃഥക് ഭാവസംഗതാ. നിർവ്യളീകേ സ്ഥിരേ ധർമ്മേ മതി കസ്യാപി ന സ്ഥിരാ. ഭവോദ്ഭവേ മഹാരാജ മായയാ മോഹിതസ്യ വൈ. ഇന്ദ്രിയാണി പ്രമാധീനി തദാസക്തം മനസ്തഥാ. കരോതി വിവിധാൻ ഭാവാൻ ഗുണൈസ്തൈ പ്രേരിതോ ഭൃശം. ബ്രഹ്മാദിസ്തംഭപര്യന്ത പ്രാണിനസ്ഥിരജംഗമാ. സർവേ മായാവശാരാജൻ സാനുക്രീഡതി തൈരിഹ. സർവാൻ വൈ മോഹയത്യേഷ വികുർവത്യനിശം ജഗൽ. അസത്യോ ജായതേ രാജൻ കാര്യവാൻ പ്രഥമം നര.
ഇന്ദ്രിയാർത്ഥാംശ്ചിന്തയാനോ ന പ്രാപ്നോതി യഥാ നരാ തദർത്ഥം ഛലമാദത്തെ ഛലാത് പാപേ പ്രവർത്തത്തെ കാമക്രോധശ്ച ലോഭശ്ച വൈരിണോ ബലവത്തരാ കൃതാകൃതം ന ജാനന്തി പ്രാണിനസ്തദ്വശം ഗതാ വിഭവേ സത്യഹങ്കാര പ്രബല പ്രഭവത്യപി അഹങ്കാരാത് ഭവേദ്മോഹോ മോഹാൻ മരണമേവ ച സങ്കൽപ്പാ ബഹവസ്തത്ര വികൽപ്പാ പ്രഭവന്തി ച ഈർഷ്യാസൂയാ തഥാ ദ്വേഷ പ്രാദുർഭവതി ചേതസി ആശാ തൃഷ്ണാ തഥാ ദൈന്യം ദംഭോ അധർമ്മമതിസ്തഥാ പ്രാണിനാം പ്രഭവന്ത്യേതേ ഭാവാ മോഹസമുദ്ഭവാ യജ്ഞദാനാനി തീർത്ഥാനി വ്രതാനി നിയമാസ്തഥാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ ശ്രീജഗദംബികായൈ നമഃ സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സത്യയുക്തർ വിഷയത്തിലാസക്തികളില്ലാത്തവർ തൃഷ്ണാരഹിതരുമാണല്ലോ അവരും. അവരെ സൃഷ്ടിച്ചതെല്ലാം ദൃഷ്ടാന്തത്തിനാണു സത്യം. അവരുടെ വാക്കുകളോ ആപ്തവാക്യങ്ങൾ. ഋഷികളിൽ നിന്നന്യമാം ജീവിതം ത്രിഗുണമിശ്രം. അതിനാലെ പ്രമാണഭേദമുള്ളതായി തോന്നും. വേദാംഗത്തിൽ ശാസ്ത്രങ്ങളിൽ മതഭേദം കാണാനാകും. സഗുണനാൽ നിർമ്മിക്കപ്പെട്ടതാണു അവ. സഗുണൻ രചിക്കുന്നവ സഗുണമായിട്ടിരിക്കും. നിർഗുണമായിരിക്കില്ല എന്നതും സത്യം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഗുണങ്ങൾ മിശ്രിതമല്ലോ നിർവ്യാജ സ്ഥിരം താൻ ധർമ്മം. അതിൽ മനസ്സൊരിക്കലും നിലനിൽക്കില്ല. സംസാരബന്ധത്തിൽപ്പെട്ടോർ മായാമോഹിതരായിടും. ഇന്ദ്രിയങ്ങൾ വലിക്കുമ്പോൾ പെട്ടുപോകുന്നു. ഗുണപ്രേരണയാൽ മനം പല ഭാവങ്ങളും നേടും. ബ്രഹ്മാവു മുതൽ പുൽക്കോടി വരെ സർവവും. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. മായ
മായയ്ക്കു വിധേയരത്രേ, മായയൊപ്പം കളിക്കുന്നു, മോഹിപ്പിക്കും ജഗത്തിനു രൂപാന്തരവും. ഇന്ദ്രിയ വിഷയങ്ങളിൽ ചിന്ത ചെയ്തിടുന്നവനോ അതിനായി ആദ്യം തന്നെ അസത്യം ചെയ്യും. അതിനോ കളവു ചെയ്യും, പാപമായി മാറുമത്. കാമക്രോധലോഭാദികൾ ഏറെ ശക്തരും. കൃതാകൃതം അറിയാതെ അസത്യത്താൽ കാര്യസാധ്യം, അതിനാലെ അഹങ്കാരം പ്രബലമാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതിൽ നിന്നു മോഹം പിന്നെ മരണവും നിരവധി. സങ്കൽപ്പങ്ങൾ പല ജാതി വികൽപ്പങ്ങളും. ഈർഷ്യ ദ്വേഷം അസൂയയും അതേപോലെ ആശാതൃഷ്ണ. ദൈന്യം ദംഭം അധർമ്മ ബുദ്ധിയും ഉണ്ടാകും. പ്രാണികൾക്കു ഈ ഭാവങ്ങൾ മോഹത്തിൽ നിന്നുണ്ടാകുന്നു. ദാനം തീർത്ഥാടനം വ്രതം നിയമങ്ങളും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം, പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം, ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 334 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം മുതൽ 39 കൂടിയുള്ള 13 ശ്ലോകങ്ങളെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. സത്യയുക്താ ഭവന്ത്യത്ര വീതരാഗാഗതസ്പൃഹ ദൃഷ്ടാന്തദർശനാർത്ഥായ നിർമ്മിതാസ്തേ ച താദൃശ. ഇവിടെ വേദവ്യാസൻ ജനമേജയനോട് പറയുകയാണ്, ഈ മുനിമാര് നിസ്സംഗരും അതേപോലെ തന്നെ നിഷ്പ്രതിഗ്രഹ ആയിരിക്കുന്ന, ഒന്നും ആഗ്രഹിക്കാത്തവരുമായിട്ടുള്ള അവര് സത്യത്തെ സംരക്ഷിക്കുന്ന ആളുകളും. സത്യയുക്ത ഭവന്ത്യത്ര,
വീതരാഗ ഗതസ്പൃഹ, വിഷയാസക്തിയില്ലാത്ത ആളുകളാണ്. സ്പൃഹ, തൃഷ്ണയില്ലാത്ത, തൃഷ്ണാരഹിതരുമാണ്. അങ്ങനെയുള്ളവരെ സൃഷ്ടിച്ചേക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൃഷ്ടാന്തത്തിന് വേണ്ടിയാണ്. ദൃഷ്ടാന്ത ദർശനാർത്ഥായ നിർമ്മിതാസ്തേച്ച താദൃശം. ഇപ്പൊ മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് അവരാണ്, അവരുടെ വാക്കുകളാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്. അവരാണ് ആപ്തന്മാര്. അന്യൽ സർവം ശബളിതം ഗുണൈരേഭിസ്ത്രിഭിർനൃപ നൈകം വാക്യം പുരാണേഷു വേദേഷു നൃപസത്തമ. ഹേ നൃപോത്തമ, രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ജനമേജയ, ഈ ഋഷികളിൽ നിന്ന് അന്യമായ ജീവി സമൂഹങ്ങളൊക്കെ തന്നെ ശബളിതം, ത്രിഗുണ സമ്മിശ്രമാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദൃഷ്ടിയിൽ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പ്രമാണഭേദമുള്ളതായിട്ട് തോന്നുന്നു. ധർമ്മശാസ്ത്രേഷു ചാങ്കേഷു സഗുണൈരചിതേഷ്വിഹ, ഈ വേദാംഗങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും ഈ മതഭേദം കാണാൻ സാധിക്കും. കാരണം എന്താണെന്നറിയോ? ആ ധർമ്മശാസ്ത്രങ്ങളും അതേപോലെ വേദാംഗങ്ങളും ഇതൊക്കെ സഗുണന്മാരാണ് സൃഷ്ടിച്ചത്. അപ്പൊ സഗുണന്മാർ സൃഷ്ടിച്ചതിന് സഗുണത്വം ഉണ്ടാവുള്ളൂ, സഗുണാത്മകമായിരിക്കും, നിർഗുണാത്മകമായിരിക്കില്ല അത് എന്നാണ്. സഗുണം കുര്യാൻ നിർഗുണം ന കരോതി വൈ. അതുകൊണ്ടാണ് അങ്ങനെ. ഗുണാസ്തേ മിശ്രിതാ സർവേന പൃഥക് ഭാവസംഗത. ഗുണങ്ങൾ എല്ലാം മിശ്രമായിട്ടല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കില്ല. നിർവ്യാജവും സ്ഥിരവുമാണ് ധർമ്മം. അതിൽ ആരുടെയും മനസ്സ് ഉറച്ചു നിൽക്കില്ല. അപ്പോ ഗുണങ്ങൾ മിശ്രമായിട്ടാണ്, ഒറ്റയ്ക്ക് നിൽക്കില്ല. ധർമ്മം സ്ഥിരമാണ്, നിർവ്യാജമാണ്, അതിൽ മനസ്സ് ഉറച്ചു നിൽക്കുകയില്ല. ഭവോദ്ഭവേ മഹാരാജ മായയാ മോഹിതസ്യ വൈ ഇന്ദ്രിയാണി പ്രമാധീനി തദാസക്തം മനസ്തഥാ. മഹാരാജാവേ, ഈ ഭവോദ്ഭവേ സംസാരബന്ധത്തിൽപ്പെട്ട ആരും മായാമോഹിതരാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന്. കാരണം ഇന്ദ്രിയാണി പ്രമാധീനി, ഇന്ദ്രിയങ്ങൾ ബലമായി, തദാസക്തം മനസ്തഥ, ഇന്ദ്രിയങ്ങൾ ബലമായി പിടിച്ചു വലിക്കുമ്പോൾ ജീവികൾ അതിന് വശംവദരായി തീരുകയാണ്, കീഴ്പ്പെട്ടു പോവുകയാണ്. കരോതി വിവിധാൻ ഭാവാൻ ഗുണൈസ്തേ പ്രേരിതോ ഭൃഷം ബ്രഹ്മാതിസ്തംഭപര്യന്ത പ്രാണിന സ്ഥിരജംഗമ. അപ്പം ആ ഗുണങ്ങളുടെ പ്രേരണ അനുസരിച്ച്, ത്രിഗുണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് മനസ്സ് പല ഭാവങ്ങളും എടുക്കും. ബ്രഹ്മാതിസ്തംഭപര്യന്ത, ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ പുൽക്കൊടി വരെ ചരവും അചരവുമായിരിക്കുന്ന പ്രാണികൾ. പ്രാണിനഹ സ്ഥിരജംഗമാഹ, സ്ഥിരജംഗമ വസ്തുക്കൾ, സ്ഥാവരജംഗമ വസ്തുക്കൾ. ഇതൊക്കെ തന്നെ, ആ പ്രാണികളൊക്കെ തന്നെ, ജീവികളൊക്കെ തന്നെ സർവേ മായാവശാരാജൻ, അവരെല്ലാവരും മായയ്ക്ക് വശപ്പെട്ടിരിക്കുന്നു. സാനുക്രീഡതി തൈരിഹ, അവയോടൊപ്പം ക്രീഡിക്കുന്നു. സർവാൻവൈ മോഹയത്യേഷ, എല്ലാത്തിനെയും മായ മോഹിപ്പിക്കുന്നു. പിന്നെയോ വികുർവത്യനിശം ജഗത്, ഈ ജഗത്തിനെ സദാ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മായ. മായ കൊണ്ടാണ് നമുക്ക് ഈ മാറ്റം അനുഭവപ്പെടുന്നത്. എല്ലാത്തിലും ഒരേ ഒരു ഈശ്വരനാണെന്ന് ചിന്ത വന്ന ആൾക്ക് എന്തു മാറ്റം വന്നാലും ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ മായ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ അസത്യോ ജായതേ രാജൻ കാര്യവാൻ പ്രഥമം നര ഇന്ദ്രിയാർത്ഥാംശ്ചിന്തയാനോ ന പ്രാപ്നോതി യഥാ നര. ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് ന പ്രാപ്നോതി, അത് ലഭിക്കാതെ വരുമ്പോൾ എങ്ങനെയായാലും അത് നേടിയെടുക്കണം എന്ന വിചാരത്തോടു കൂടി. അപ്പോൾ ലക്ഷ്യമാണ് പ്രധാനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? മാർഗം നമ്മൾ നോക്കേണ്ടതില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അത് അപകടത്തിന് കാരണമാണെന്ന് പറയാണ്. കാരണം ഏതെങ്കിലും വിധത്തിൽ താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ വിചാരിക്കണു. അതുകൊണ്ട് തന്നെ ആദ്യമായി തന്നെ എന്തുണ്ടാവണു? അസത്യോ ജായതേ, അസത്യത്തിലേക്ക് വഴുതി വീഴും.
അങ്ങനെ വരുമ്പോഴോ തദർത്ഥം ഛലമാദത്തെ, അതിനുവേണ്ടി ഛലം, അതിനുവേണ്ടി കളവ് സ്വീകരിക്കും. ഝലാത് പാപേ പ്രവർത്തത്തെ, ഈ കളവ് ചെയ്യുമ്പോൾ അത് പാപകർമ്മത്തിൽ പ്രവർത്തിക്കാനുള്ള കാരണമായിട്ട് തീരുന്നു. കാമ ക്രോധശ്ച ലോഭശ്ച വൈരിണോ ബലവത്തര എന്നാണ്. അപ്പോ കാമം, ക്രോധം, ലോഭം ഇതൊക്കെ തന്നെ ശക്തരായ ശത്രുക്കളാണ്, വൈരികളാണ്. കൃതാകൃതം ന ജാനന്തി പ്രാണിനസ്തദ്വശം ഗത വിഭവേ സത്യഹങ്കാര പ്രബല പ്രഭവത്യപി. അവയ്ക്ക് വിധേയരായവർക്ക്, ഇന്ദ്രിയങ്ങൾക്ക് വിധേയരായ ആളുകൾക്ക്, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾക്ക് വശപ്പെട്ടു കഴിഞ്ഞാൽ കൃതാകൃതം ന ജാനന്തി, എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യരുതാത്തത് എന്നുള്ളത് അറിയാതെയാവും. ഇങ്ങനെ വിഭവേ സത്യഹങ്കാര പ്രബല പ്രഭവത്യപി, അങ്ങനെ അസത്യത്തിലൂടെ കാര്യസാധ്യം ഉണ്ടായിക്കഴിയുമ്പോൾ അഹങ്കാരം ഉണ്ടാവുന്നു. അഹങ്കാരാത് ഭവേൻ മോഹ, അഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടാവും? മോഹം ഉണ്ടാവും. മോഹാത് മരണമേവച്ച, മോഹത്തിൽ നിന്ന് മരണം സംഭവിക്കും. സങ്കല്പാ ബഹവസ്തത്ര, ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവും, വികല്പങ്ങളും ഉണ്ടാവും. ഈർഷ്യ അസൂയ തഥാ ദ്വേഷ പ്രാദുർഭവതി ചേതസ്, ഈർഷ്യ അസൂയ ദ്വേഷം ഇതൊക്കെ മനസ്സിലുണ്ടാവും. അതേ തുടർന്ന് അതുപോലെ തന്നെ ആശാ തൃഷ്ണ തഥാ ദൈന്യം, ആശ തൃഷ്ണ ദൈന്യം ദംഭം അധർമ്മ ബുദ്ധി ഇതൊക്കെ ഉണ്ടാവും. പിന്നെയോ പ്രാണിനാം പ്രഭവന്ത്യേതേ ഭാവാമോഹ സമുദ്ഭവ, പ്രാണികൾക്ക് ഈ ഭാവങ്ങൾ ഉണ്ടാവുന്നതൊക്കെ എവിടുന്നാണ്? മോഹത്തിൽ നിന്നാണ്. നോക്കൂ, യജ്ഞങ്ങളും ദാനങ്ങളും തീർത്ഥാടനങ്ങളും വ്രതങ്ങളും യാഗോപയോഗികളായിരിക്കുന്ന നിയമങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്? അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ബാക്കി. അഹങ്കാരവശകരായിട്ടാണ്, അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആ 39-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ, ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.